എല്ലാവർക്കും മെത്തേഡ്സ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കാൽക്കുലസിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രിലിമിനറീസ് മനസ്സിലാക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മാത്തമാറ്റിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതും വിവിധ തരത്തിലുള്ള ഫങ്ഷൻസും. നമുക്കതെല്ലാം ഒന്ന് ഓർത്തെടുക്കാം. കാരണം കാൽക്കുലസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കടക്കാനായിട്ട്. നമുക്കറിയാം, മിക്ക സയൻറ്റിഫിക് ലോസും അതുപോലെ തന്നെ എൻജിനീയറിംഗ് പ്രിൻസിപ്പിൾസും എപ്രകാരമാണ് ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ആശയം ആദ്യമായിട്ട് ഫോർമുലൈസ് ചെയ്തത് 1673 ഗോട്ട്ഫ്രെഡ് വിൽഹെം ലെബനിസ് ആണ്. അദ്ദേഹമാണ് ഫങ്ഷൻ എന്താണ് എന്നുള്ളത് ഫോർമുലൈസ് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ആശയമനുസരിച്ച് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിന്മേലുള്ള ഡിപ്പെൻഡൻസ് ആണ്, ആശ്രയത്വമാണ് ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ, ഇഫ് എ വേരിയബിൾ y ഡിപ്പെൻഡ്സ് ഓൺ എ വേരിയബിൾ x in such a way that each value of x determines exactly one value of y, then we say that y is a function of x. y എന്ന് പറയുന്ന വേരിയബിൾ x എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം x എന്ന് പറയുന്ന വേരിയബിൾസ് മാറുന്നതിനനുസരിച്ച് y എന്ന് പറയുന്ന വേരിയബിളും മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഓരോ x വാല്യൂസും ഒരേ ഒരു y വാല്യൂസിനെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഫങ്ഷൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഡെഫിനിഷൻ. ഈച്ച് വാല്യൂ ഓഫ് എക്സ് ഡിറ്റർമിൻസ് എക്സാക്ട്ലി വൺ വാല്യൂ ഓഫ് വൈ എന്നുള്ളതാണ്. ഒരു ഫങ്ഷനെ പല തരത്തിലും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ന്യൂമറിക്കലി ബൈ ടേബിൾസ്, ജോമെട്രിക്കലി ബൈ ഗ്രാഫ്സ്, ആൾജിബ്രായിക്കലി ബൈ ഫോർമുലാസ്, വെർബലി തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഫങ്ഷനെ അടയാളപ്പെടുത്താൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ c=2πr എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആൾജിബ്രായിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് c എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് എ സർക്കിളാണ്, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. അപ്പോൾ r എന്ന് പറയുന്ന റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് c എന്ന് പറയുന്ന സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ മാറുന്നത് അല്ലെങ്കിൽ വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. പക്ഷേ there is exactly one value of c for each value of r എന്നുള്ളതും വളരെ പ്രധാനമാണ്. r മാറുന്നതിനനുസരിച്ചിട്ട് c മാറുന്നുണ്ട്, പക്ഷേ ഓരോ rനും ഓരോ c ആണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണം. അപ്പോൾ ഇത് ആൾജിബ്രായിക്കലി ബൈ ഫോർമുലാസ് എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ നമുക്ക് ന്യൂമറിക്കലി ബൈ ടേബിൾസ്, ജോമെട്രിക്കലി ബൈ ഗ്രാഫ്സ്, വെർബലി എല്ലാം നമുക്ക് ഫങ്ഷൻസിന് ഉദാഹരണം കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്നാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി സ്വിസ് മാത്തമാറ്റീഷ്യനായിട്ടുള്ള ലിയോനാർഡ് ഓയിലർ ഫങ്ഷൻസിനെ ആൽഫബറ്റ് ലെറ്റേഴ്സ് കൊണ്ട് അടയാളപ്പെടുത്താനായിട്ട് ഉള്ള ഒരു ആശയം കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് ഫോർമുലാസിനും ഗ്രാഫിനും ടേബിൾസിനുമൊക്കെ പകരം ആൽഫബറ്റ് ലെറ്റേഴ്സ് കൊണ്ട് ഫങ്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഓയിലറുടെ ആശയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫങ്ഷനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് മാറ്റിയാൽ മതി. അവിടെ ഇൻപുട്ട് എക്സ് ആയിട്ടും ഔട്ട്പുട്ട് വൈ ആയിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇൻപുട്ട് എക്സ് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വൈയും മാറുന്നു. ഓരോ ഇൻപുട്ട് എക്സിനും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ എക്സാക്ട്ലി ഒരു ഔട്ട്പുട്ട് വൈ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാവുന്നത്. അങ്ങനെ ഫങ്ഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ നമുക്ക് മാറ്റാം. എ ഫങ്ഷൻ f is a rule that associates a unique output with each input. If the input is denoted by x, then the output is denoted by f of x. നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു റൂൾ അനുസരിച്ച് x എന്ന് പറയുന്ന ഇൻപുട്ടിനനുസരിച്ച് y എന്ന് പറയുന്ന ഔട്ട്പുട്ട് അത് യുണീക്കായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഫങ്ഷൻ്റെ മോഡിഫൈഡ് ചെയ്ത ഡെഫിനിഷൻ. അടുത്ത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും മനസ്സിലാക്കാം. ഫംഗ്ഷനിലെ ഇൻപുട്ട് എക്സിനനുസരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ട് വൈയുടെ വാല്യൂവിനെ ദ വാല്യൂ ഓഫ് എഫ് അറ്റ് എക്സ് എന്നോ ദ ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ് എന്നോ നമുക്ക് പറയാം.
നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളതാണ്. ഇവിടെ വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓഫ് എഫ് എന്നോ ആർഗ്യുമെൻ്റ് ഓഫ് എഫ് എന്നോ നമുക്ക് പറയാം. അതുപോലെ വേരിയബിൾ y എന്ന് പറയുന്നതിനെയാണ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓഫ് എഫ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് റിയൽ നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഈ കോഴ്സ് മുഴുവൻ റിയൽ നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നില്ല. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എന്ന് പറയാം. അടുത്ത് നമുക്ക് ഡൊമൈൻ ആൻഡ് റേഞ്ച് മനസ്സിലാക്കാം. ഫംഗ്ഷനിൽ ഇൻപുട്ടിൻ്റെ കളക്ഷൻസിനെയെല്ലാം നമുക്ക് ഡൊമൈൻ എന്ന് വിളിക്കാം. സെറ്റ് ഓഫ് ഓൾ അലോവബിൾ ഇൻപുട്ട് എക്സ് വാല്യൂസ് ഈസ് കോൾഡ് ദി ഡൊമൈൻ ഓഫ് എഫ്. അതുപോലെ തന്നെ എക്സ് മാറുന്നതിനനുസരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ കളക്ഷൻസിനെ നമുക്ക് റേഞ്ച് ഓഫ് എഫ് എന്നും പറയാം. ദി സെറ്റ് ഓഫ് ഔട്ട്പുട്ട്സ് വൈ വാല്യൂസ് ദാറ്റ് റിസൾട്ട് വെൻ എക്സ് വേരീസ് ഓവർ ദി ഡൊമൈൻ ഈസ് കോൾഡ് ദി റേഞ്ച് ഓഫ് എഫ്. ഇനി നമുക്കൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ തന്നിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ഡൊമൈൻ പ്രത്യേകം പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്നത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സിനെയും ഉൾക്കൊള്ളുന്ന ഡൊമൈനാണ് എന്നുള്ളതാണ്. അത്തരം ഡൊമൈനെ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഫംഗ്ഷൻസിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്താണ് എന്നുള്ളത് ഓർക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. ഇവിടെ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി എന്നീ ഓപ്പറേഷൻസിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ഇൻ്റർസെക്ഷൻ ഓഫ് ഡൊമൈൻസ് ആയിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ എഫ് ബൈ ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫിൻ്റെയും ജിൻ്റെയും ഡൊമൈൻ്റെ ഇൻ്റർസെക്ഷനും, അതോടൊപ്പം ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആകാൻ പാടില്ല. അപ്പോൾ ജി ഓഫ് എക്സ് 0 ആകുന്ന എക്സുകളുടെ വാല്യൂസ് എല്ലാം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് വേണം അതിൻ്റെ എഫ് ബൈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമുക്ക് കിട്ടുക. നമുക്കൊരു ഉദാഹരണം നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3. ഫൈൻഡ് ദി ഡൊമൈൻസ് ആൻഡ് ഫോർമുലാസ് ഫോർ ദി ഫംഗ്ഷൻസ് എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി, എഫ് ബൈ ജി ആൻഡ് 7 ഇൻറ്റു എഫ്. നമുക്കാദ്യം എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോക്കാം. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആണ്. അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 എന്നാണ് കിട്ടുക. അതാണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഇനി നമുക്ക് എഫ് മൈനസ് ജി ഓഫ് എക്സ് നോക്കാം. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 4 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 എന്നാണ് കിട്ടുക. എഫ് ജി ഓഫ് എക്സ് നോക്കാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്നുള്ളതാണ് കിട്ടുക. അടുത്ത് എഫ് ബൈ ജി ഓഫ് എക്സ് നോക്കാം. എഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്നുള്ളതാണ്. അടുത്തത് 7 എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് 7 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 7 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 എന്നുള്ളത് കിട്ടും. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇവയുടെ എല്ലാം ഡൊമൈനുകളാണ്. ആദ്യം നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ഡൊമൈൻസ് മനസ്സിലാക്കാം. നമുക്കറിയാം നമ്മൾ എടുക്കുന്ന ഫംഗ്ഷനുകളെല്ലാം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് എക്സിൻ്റെ വാല്യൂസ് ഉപയോഗിച്ച് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നതും റിയൽ വാല്യൂസ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ റൂട്ട് എക്സ് മൈനസ് 2 എന്നുള്ളത് നെഗറ്റീവ് വരാൻ പാടില്ല. എക്സ് മൈനസ് 2 നെഗറ്റീവ് ആകാൻ പാടില്ല. കാരണം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് നമ്പറിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ വരുന്ന എക്സിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം എക്സ് മൈനസ് 2 0 ആകുമ്പോൾ കുഴപ്പമില്ല. എക്സ് 2 ആകുമ്പോഴാണ് എക്സ് മൈനസ് 2 0 ആകുന്നത്. അപ്പോൾ 0 ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ 2ന് താഴേക്ക് 1 കൊടുത്താൽ നെഗറ്റീവ് ആകും,
0 കൊടുത്താൽ നെഗറ്റീവ് ആവും, എക്സിന് നെഗറ്റീവ് വാല്യൂസ് വന്നാലും റൂട്ട് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെല്ലാം നമുക്ക് ഒഴിവാക്കാം. 2 മുതൽ പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 2 പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളതായിരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ. അതുപോലെ നമുക്ക് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 എന്നുള്ളതിൻ്റെ ഡൊമൈനും കണ്ടുപിടിക്കാം. ഇവിടെ എക്സിന് ഏത് റിയൽ നമ്പർ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ജി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡൊമൈൻ നമുക്ക് മനസ്സിലാക്കണം. അതായത് ക്ലോസ് ഇൻ്റർവൽ 2 പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡൊമൈൻ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ 2 പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്ലോസ് ഇൻ്റർവൽ 2 പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് പ്ലസ് ജിയുടെയും എഫ് മൈനസ് ജിയുടെയും എഫ് ജിയുടെയും ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ 2 പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവൽ ആയിരിക്കും. എന്നാൽ എഫ് ബൈ ജിയുടെ ഡൊമൈൻ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ടത് ജി ഓഫ് എക്സ്, ഡിനോമിനേറ്ററിൽ വരുന്ന ജി ഓഫ് എക്സിൻ്റെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആണ്. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അങ്ങനെ 0 ആകുന്നത് എക്സ് 3 ആകുമ്പോഴാണ്. എക്സ് മൈനസ് 3 0 ആകുന്നത് എക്സ് 3 ആകുമ്പോഴാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ആ വാല്യൂ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആകാതെയുള്ള ഡൊമൈൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ക്ലോസ് ഇൻ്റർവൽ 2 പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ നിന്നും 3 റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ക്ലോസ് ഇൻ്റർവൽ 2 ഓപ്പൺ ഇൻ്റർവൽ 3 യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ 3 പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ഒഴിവാക്കിയിട്ടുള്ള ഡൊമൈനാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് എഫ് ബൈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ 7 ഇൻറ്റു എഫ് എന്ന് പറയുന്നതിൻ്റെ ഡൊമൈനും ഫംഗ്ഷൻ ഓഫ് എഫിൻ്റെ ഡൊമൈനിന് തുല്യമാണ്. കാരണം 7 എന്ന് പറയുന്ന നമ്പർ എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ തന്നെയായിരിക്കും 7f എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനും എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. എഫ് എന്നും ജി എന്നും പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ കോമ്പോസിഷൻ ഓഫ് എഫ് വിത്ത് ജി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം: F0g എന്നുള്ള നിലയിൽ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. ആദ്യം എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ജി ഓഫ് എക്സ് കാണുന്നു. ആ ജി ഓഫ് എക്സ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ആ നിലയിലാണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന കോമ്പോസിഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് കോമ്പോസിഷൻ ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് ജി ഫോർ വിച്ച് ജി ഓഫ് എക്സ് ഈസ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ് എന്നുള്ളതാണ്. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ജി ഓഫ് എക്സുകളാണ് വരേണ്ടത്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ എക്സുകളാണ് വരേണ്ടത്. ആ നിലയിലാണ് ഇവിടെ എഫ് കോമ്പോസിഷൻ ജിയുടെ ഡൊമൈനായിട്ട് പരിഗണിക്കുക. ഇനി നമുക്ക് ട്രാൻസ്ലേഷൻസ് ഓഫ് ഫംഗ്ഷൻസ് നോക്കാം. നമുക്കിവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം. ഈ ഫംഗ്ഷനിൽ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സാന്നിധ്യം എപ്രകാരമാണ് ആ ഫംഗ്ഷനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആഡ് ചെയ്യുന്നു. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ള ഫംഗ്ഷനാക്കി അതിനെ മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. ആദ്യത്തെ ഫിഗറിൽ നീല കളറിൽ കാണിച്ചിരിക്കുന്ന കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കർവായിരുന്നു. എന്നാൽ അവിടെ 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ള നിലയിലേക്ക് ആ ഫംഗ്ഷനെ മാറ്റുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ അവിടെ ഉണ്ടാകുന്നു. അത് 2 യൂണിറ്റ് y ആക്സിസിലൂടെ മുകളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആ വയലറ്റ് കളറിൽ കാണിക്കുന്ന കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കർവാണ്. അപ്പോൾ ആ നിലയിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ള ഫംഗ്ഷൻ ഈ നിലയിലേക്ക്
മാറുന്നതായിട്ട് നമുക്ക് കാണാം. വൈ ആക്സിസിൽ ഒരു മാറ്റമാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് സി എന്ന് പറയുന്ന പോസിറ്റീവ് കോൺസ്റ്റൻറ്റിനെ ഫംഗ്ഷനിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് സി എന്നുള്ളത് കിട്ടും. അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കാണാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 എന്നുള്ള ഫംഗ്ഷനായിട്ട് മാറും. ഇവിടെ y ആക്സിസിൽ നിന്നും ആ കർവ് 2 യൂണിറ്റ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുമ്പോൾ y ആക്സിസിൽ നിന്നും ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷനെ മറ്റൊരു തരത്തിൽ വേരി ചെയ്യിക്കുകയാണ്, എക്സിൽ വേരി ചെയ്യിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 എക്സാമ്പിൾസും y എന്ന് പറയുന്ന വേരിയബിളിൽ ചേഞ്ച് വരുത്തുകയാണ്. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ചേഞ്ച് വരുത്തുകയാണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ള ഫംഗ്ഷനായിട്ട് മാറ്റുമ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സിന് പകരം എക്സ് പ്ലസ് 2 കൊടുക്കുമ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്നുള്ളതായിട്ട് മാറും. ആ കർവ് എക്സ് ആക്സിസിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് 2 യൂണിറ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ എക്സ് മൈനസ് സി എന്നുള്ളത് നോക്കുമ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് സി എന്നുള്ളതായി മാറും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സിന് പകരം എക്സ് മൈനസ് 2 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. അത് കർവ് എക്സ് ആക്സിസിൽ 2 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫംഗ്ഷനുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ്റെ കർവിൽ തന്നെ വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി നമുക്ക് റിഫ്ലക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കുന്നു ആദ്യം. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് റിഫ്ലക്സ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എബൌട്ട് ദി y ആക്സിസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അവിടെ എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കുന്നു. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കർവ് നമുക്ക് കാണാം. എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു റൂട്ട് മൈനസ് എക്സ് ആണെന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നേരെ എതിർവശത്തേക്ക് പോകുന്നതായിട്ട് കാണാം. അതായത് y ആക്സിസിൽ തന്നെ എതിർ ദിശയിലേക്ക് മാറുന്നതായിട്ടാണ് ഇവിടെ കാണാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റിഫ്ലക്സ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എബൌട്ട് ദി y ആക്സിസ് എന്ന് പറയുന്നത്. അതേസമയം എഫ് ഓഫ് എക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ y ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് റിഫ്ലക്സ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എബൌട്ട് ദി എക്സ് ആക്സിസ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണുന്നുണ്ട്. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അവിടെ നമ്മൾ മൈനസ് റൂട്ട് എക്സ് ആയി മാറുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിൽ തന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതായത് റിഫ്ലക്സ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എബൌട്ട് ദി എക്സ് ആക്സിസ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് സ്ട്രെച്ചസ് ആൻഡ് കംപ്രഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് 1നേക്കാളും കൂടിയ സികളെ കൊണ്ട് എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് 2 ആയിട്ട് കൊടുക്കാം. ആ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. അപ്പോൾ നമുക്ക് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. y ഈക്വൽ ടു കോസ് എക്സ്, അവിടെ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 2 ആയിട്ട് എടുക്കാം. 1നേക്കാളും കൂടിയ ഒരു കോൺസ്റ്റൻറ്റ് 2 എടുക്കാം. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു 2 ഇൻറ്റു കോസ് എക്സ് നോക്കുമ്പോൾ നമുക്കിവിടെ ഗ്രാഫിൽ കാണാം. ആ വയലറ്റ് കർവാണ് y ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ളതിൻ്റെ ഗ്രാഫ്. അവിടെ നിന്നും 2 ഇൻറ്റു കോസ് എക്സ് നോക്കുമ്പോൾ ആ ഒറിജിനൽ കർവിനെ വെർട്ടിക്കലി സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 0യ്ക്കും 1നും ഇടയിലുള്ള കോൺസ്റ്റൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് y ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ് മറ്റൊരു രീതിയിലാണ് കിട്ടുക. അതായത് 1/c ഫാക്ടറിനനുസരിച്ചിട്ടുള്ള ആ ഫംഗ്ഷൻ വെർട്ടിക്കലി കംപ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേ ഉദാഹരണം തന്നെ എടുക്കാം. y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അവിടെ 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അത് നമുക്ക് 1/2 ആയിട്ട് എടുക്കാം.
അപ്പോൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. y ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. ആ ബ്ലൂ കളറിലുള്ള ഫംഗ്ഷൻ്റെ കർവ് ആ വയലറ്റ് കർവിൽ നിന്നും വെർട്ടിക്കലി ഒന്ന് കംപ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തത് 1-നേക്കാളും കൂടിയ സികളെ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 1-നേക്കാളും കൂടിയ കോൺസ്റ്റൻറ്റുകളെ കൊണ്ട് ഇൻപുട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് സി എക്സ് എന്നുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാഫിൻ്റെ മാറ്റം എന്ന് പറയുന്നത് കംപ്രസസ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹൊറിസോണ്ടലി ബൈ എ ഫാക്ടർ ഓഫ് സി എന്നുള്ളത് നമുക്ക് കാണാം. മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് വയലറ്റ് കളറിലുള്ളതാണ്. y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അവിടെ നമുക്ക് എക്സിന് പകരം 2x കൊടുക്കുമ്പോൾ y ഈക്വൽ ടു കോസ് 2x കിട്ടും. അപ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് ഒന്ന് കംപ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത് നമ്മൾ 0യ്ക്കും 1-നും ഇടയ്ക്കുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് സി എക്സ് എന്നുള്ളതിൽ കൊടുക്കും. അവിടെ നമുക്ക് കാണാം y ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ളതിൽ എക്സിന് പകരം 1/2 എക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടലി സ്ട്രെച്ചസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ നിലയിൽ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വിവിധ തരത്തിൽ ആ ഫംഗ്ഷന് മാറ്റമുണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സിമെട്രീസ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ സിമെട്രീസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 3 തരത്തിലുള്ള സിമെട്രീസ് ആണ് നമുക്കറിയാവുന്നത്. സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ്, സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ്, സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ. അതിൻ്റെ എല്ലാം ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 3 സിമെട്രീസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. സിമെട്രി ടെസ്റ്റ് അതെന്താണെന്ന് നമുക്കൊന്ന് ഓർക്കാം. ഒരു പ്ലെയിൻ കർവ് സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ് ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റീപ്ലേസിംഗ് എക്സ് ബൈ മൈനസ് എക്സ് ഇൻ ഇറ്റ്സ് ഇക്വേഷൻ പ്രൊഡ്യൂസസ് ആൻ ഈക്വലൻ്റ് ഇക്വേഷൻ എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ്റെ ഇൻപുട്ട് വാല്യൂസ് എക്സിന് പകരം -x കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ അതേപോലെ തന്നെ നിലനിൽക്കുന്നെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് വാല്യൂസ് -y ആയിട്ട് നമ്മൾ ഫംഗ്ഷന് കൊടുക്കുമ്പോൾ അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് കിട്ടുന്നു എങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ കർവ് സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ് എന്നും പറയാം. അതുപോലെ തന്നെ എക്സും വൈയും -x-ഉം -y-യുമായിട്ട് മാറ്റി ആ ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അതേപോലെ നിലനിൽക്കുന്നെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ്റെ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ ആണെന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സിമെട്രിക് ടെസ്റ്റ് മനസ്സിലാക്കാവുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസ് ആണ്. ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് -x-ഉം എഫ് ഓഫ് എക്സും തുല്യമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഓഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് -x മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് ഈവൻ ഫംഗ്ഷൻ എന്നും ഓഡ് ഫംഗ്ഷൻ എന്നും ഒരു ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ നമ്മൾ സിമെട്രീസ് പഠിച്ചപ്പോൾ പറഞ്ഞു എക്സിന് പകരം -x കൊടുക്കുമ്പോൾ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് ഓഡ് ഫംഗ്ഷൻ്റെ കാര്യത്തിലും പറയാം. എക്സിന് പകരം മൈനസ് ആക്കിക്കൊണ്ടോ വൈക്ക് പകരം -y ആക്കിക്കൊണ്ടോ ഫംഗ്ഷനെ മാറ്റിയാലും അതേ ഫംഗ്ഷൻ തന്നെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ ആണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ ആണെന്നും പറയാം. ഇവിടെ 2 ഫംഗ്ഷനുകളുടെ കർവ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിൽ നമ്മൾ മനസ്സിലാക്കിയത് സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ് എന്നുള്ളതാണ്. എന്നാൽ ഓഡ് ഫംഗ്ഷൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ ആണെന്നും മനസ്സിലാക്കാം. അപ്പോൾ ഈ നിലയിൽ ഈവൻ ഫംഗ്ഷൻസും ഓഡ് ഫംഗ്ഷൻസും സിമെട്രിക് ഫംഗ്ഷൻസും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത് പ്രിലിമിനറീസിൽ മനസ്സിലാക്കേണ്ടത് ഫാമിലീസ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്